സഡൻ പ്ലാൻ ചെയ്ത് നമ്മൾ ഒന്ന് മുംബൈക്ക് പോവുകയാണ്. നമ്മുടെ സ്വന്തം മുംബൈ LTT ദുരന്തോ എക്സ്പ്രസ്സിന് കറണ്ട് ബുക്കിംഗ് എടുത്താണ് ഈ വണ്ടിക്ക്. ഈ വണ്ടി ഇന്ന് കാലിയാണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിൽ കയറാം. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ വന്നത് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഞാൻ നോക്കിയപ്പോൾ ദുരന്തോയ്ക്ക് ഇന്നലെ 140 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ബുക്കിംഗ് വരുമ്പോഴേക്കും അതിൽ കൂടുതൽ വരും. അപ്പോൾ ഞാൻ ഇന്ന് കറണ്ട് ബുക്കിംഗ് എടുത്തു. നമ്മൾ പനവേലിൽ ഇറങ്ങിയിട്ട് പനവേലിൽ നമ്മൾ കയറാത്തൊരു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് തേജസ് എക്സ്പ്രസ്. നമ്മുടെ മുംബൈ മഡ്ഗാവ് തേജസ്സിൽ നമ്മൾ വിസ്റ്റഡോം കോച്ചിൽ യാത്രയാണ്. വിസ്റ്റഡോം കോച്ചിൽ രത്നഗിരി വരെ, അവിടെ നിന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കയറി മഡ്ഗാവ് വരെ. പെട്ടെന്ന് ഇന്നലെ പ്ലാൻ ചെയ്ത ട്രിപ്പാണിത്. അപ്പോൾ പെട്ടെന്നൊരു യാത്ര പോവാണ്. അപ്പോൾ നമ്മൾ ദുരന്തോയ്ക്ക് പോയി 2024 ലാസ്റ്റ് നമ്മൾ N2 ഒരു യാത്ര ചെയ്തായിരുന്നു. ഒരു കോച്ച് കൈയടക്കിയ യാത്ര എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കോച്ച് കൈയടക്കൽ ഇന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ സെയിം കോച്ചും സെയിം സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ വണ്ടി കാലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിൽ പോയി കയറാം. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ പറഞ്ഞാണ് ഈ ദുരന്തോയെ 12224. ഇതാണ് ഈ വണ്ടിയുടെ നമ്പർ. അപ്പോൾ ലോക്കോ ഏതൊരു P7 ആണ് കേട്ടോ. നോക്കാം ഏത് ഷെഡിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ ദുരന്തോയുടെ ലോക്കോ കല്യാൺ ഷെഡിൻ്റെ ഒരു P7 ആണ്, 39128. അപ്പോൾ ഈ ഒറ്റ ലോക്കോ ആണ് ഇതിനെ മുംബൈ വരെ കൊണ്ടുവന്നത്. നമ്മൾ ഇതിന് പോയപ്പോൾ ഇതിനൊക്കെ P4 ആയിരുന്നു, പക്ഷേ ഇന്ന് P7 ആണ് കല്യാണിൻ്റെ വണ്ടി. 7:30 വന്നിട്ട് 9:30 ഇത് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് 2 മണിക്കൂറിനുള്ളൊക്കെ ലേറ്റ് ആയത് ഇവിടെ നിന്ന് റീഷെഡ്യൂളായിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺ ടൈമാണ് വണ്ടി. ഓൺ ടൈമിന് ഇവിടെ നിന്ന് വിടും. ഇടയ്ക്ക് തേപ്പൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ദുരന്തമായിട്ട് മിക്കവാറും നല്ല പ്രയോറിറ്റി കാണും. അപ്പോൾ നമ്മുടെ ലോക്കോ ഒക്കെ കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി ക്രൂ വന്ന് കയറിയ വണ്ടി കറക്റ്റ് 9:30 വിടുന്നു. ഞാൻ പോകുന്ന സ്ലീപ്പറിനാണ്. അപ്പോൾ സ്ലീപ്പർ ഏറ്റവും ബാക്കിലാണ്. അത് എൻ്റെ കോച്ച് ഏറ്റവും ബാക്കിൽ S2 ആണ്. അത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ. ജനറേറ്റർ കാറൊക്കെ ഓണാക്കിയപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ട്രെയിൻ ബോർഡാണ്, ഹിന്ദിയിലാണ് ഈ സൈഡിൽ, അപ്പുറ സൈഡിൽ ഇംഗ്ലീഷാണ്. ഇപ്പോൾ ശബ്ദം വന്നു നോക്കിയേ, ഭയങ്കര ശബ്ദം. ഇതിൻ്റെ സെക്കൻഡ് AC ടിക്കറ്റൊക്കെ ഒടുക്കത്തെ റേറ്റ്, ഇൻക്ലൂഡിങ് ഫുഡ് 4000 ചിലവാൻ രൂപ വരെ. അയ്യോ, ആ പൈസ കൊണ്ട് ഡൽഹിക്ക് പോവാം. അതുപോലെ കത്തിയാ ദുരന്തോയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. S2 2020 മെയ്ഡ് ഒരു നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു കോച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നടുക്ക് സൈഡ് ഓവർ 39 ബർത്ത്. കോച്ച് തുറന്നിട്ടേക്കുമെന്ന് തോന്നുന്നു. നമുക്ക് അകത്ത് കയറുന്നതിൽ നമ്മൾ ഇതിന് മുമ്പും ദുരന്തോയ്ക്ക് കയറിയപ്പോൾ ഈ ഒരു സെയിം കോച്ച് സെയിം ബർത്തുകൾ കിട്ടിയത്. അതെങ്ങനെ എടുത്തതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബർത്ത് 39 സൈഡ് ഓവർ. ശോകം മെയിൻ്റനൻസ് ആട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ബർത്തിൻ്റെ ഇവിടെ ഭയങ്കര വലിയൊരു വിടവ്, താഴത്തേക്ക് ചെളി കണ്ടില്ലേ. കോച്ചും പിന്നെ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അന്ന് നമ്മൾ ഇരുന്ന പോലെ കോച്ച് കൈയടക്കൽ യാത്ര എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ആരുമില്ല, പക്ഷേ ആൾക്കാർ കയറും കേട്ടോ. കറണ്ട് ബുക്കിംഗ് ഒക്കെ വേഗം ഫുള്ളാവുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇതിലെങ്ങനെ ടിക്കറ്റ് എടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 140 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ സൈഡ് ഡോർ കൊടുത്ത് ബുക്ക് ചെയ്താലേ ഡോറിൻ്റെ അടുത്തേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറണ്ട് ബുക്കിംഗ് വരെ വെയിറ്റ് ചെയ്തു. കറണ്ട് ബുക്കിംഗ് വന്നപ്പോഴേക്കും ചാർട്ട് നോക്കി ഏത് കോച്ചിലാണ് ആൾക്കാർ കുറവുള്ളത്. S2 കോച്ചിലായിരുന്നു. 68 വേക്കൻസി സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ S2 കോച്ച് പ്രിഫറൻസ് കൊടുത്തിട്ട് സൈഡ് ഡോർ പ്രിഫറൻസ് കൊടുത്ത് ബുക്ക് ചെയ്തപ്പോൾ കറക്റ്റ് നടുക്ക് സൈഡ് ഡോർ കിട്ടി. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ അധികം ആളൊന്നും ഇല്ലാത്ത കോച്ചിൽ നമ്മളെടുത്തത്. ഇനി ഇപ്പോൾ കറണ്ട് ബുക്കിങ്ങിൽ അതിന് ആരും വരുമോ എന്നറിയത്തില്ല, നോക്കാം. അങ്ങനെ നമ്മുടെ എറണാകുളം മുംബൈ LTT ദുരന്തം അങ്ങനെ എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കറക്റ്റ് 9:30 തന്നെ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് രാത്രി 12:45 കോഴിക്കോട്. ഇതിനാകെ ക്രൂ ചേഞ്ച് ഉള്ളിടത്ത് മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ കോഴിക്കോട്, മംഗലാപുരം, മഡ്ഗാവ്, രത്നഗിരി, പനവേൽ, LTT അത്രയേ ഉള്ളൂ ഇതിന് സ്റ്റോപ്പ്. മേജർ സ്റ്റേഷനുകളായ തൃശ്ശൂർ, പിന്നെ നമ്മുടെ ഷൊർണൂർ, കണ്ണൂർ, കാസർഗോഡ്, പിന്നെ കൊങ്കൺ പോകുമ്പോൾ ഉടുപ്പി, കാർവാർ എല്ലാം സ്കിപ്പ് അടിച്ച് പോകുന്നൊരു തീപ്പൊരി വണ്ടിയാണ് നമ്മുടെ ഈ ദുരന്തം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ വണ്ടി. അപ്പോൾ നമുക്കൊരു തീപ്പൊരി യാത്രയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. കൊങ്കൺ തേച്ച് വിടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഓൺ ടൈം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നോക്കാം എന്താ സംഭവിക്കാൻ പറ്റും, നോക്കാം. യാത്ര തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഓവർടേക്ക് തന്നെ നടക്കാൻ പോവാണ്. ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എറണാകുളം നോർത്തിൽ കിടപ്പുണ്ട്. നമ്മളതിന് ഓവർടേക്ക് അടിക്കാൻ പോവാണ്.
നമുക്ക് എന്തായാലും നല്ല മികച്ച തുടക്കമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ എറണാകുളം ടൗണിൽ വെച്ച് നമ്മളെ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് 12696 നമ്മൾ ഓവർടേക്ക് അടിച്ചു. ഇനിയിപ്പം തൃശ്ശൂർ സ്കിപ്പ് കാണിച്ചു തരാം കേട്ടോ. അത് ഒരു മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ നമ്മൾ സ്കിപ്പ് ചെയ്യും. നമ്മളിപ്പോൾ തൃശ്ശൂർ സ്കിപ്പ് അടിക്കാൻ പോവാണേ. തൃശ്ശൂർ സ്കിപ്പ് അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം കേട്ടോ. ഇപ്പോൾ സമയം 10:45 ആയി. പയ്യെ കേട്ടോ സ്കിപ്പ് അടിച്ച് പോകുന്നത്. വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ, പയ്യെ പോകുന്നത്. വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ. ഒരു 70 എങ്ങാണ്ടാന്ന് തോന്നുന്നു, 70-60 എങ്ങാണ്ടാന്ന് തോന്നുന്നു സ്പീഡ്. ആ റേഞ്ച് എങ്ങാണ്ടേ ഉള്ളൂ. നെക്സ്റ്റ് ദിവസം രാവിലെ ഇപ്പോൾ സമയം 6 മണിയായി. നമ്മുടെ ദുരന്തം ഓൺ ടൈമാണ്. നമ്മളിപ്പം സേനാപുരം സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുവാണ് ദുരന്തോ എക്സ്പ്രസ് വരാൻ വേണ്ടിയിട്ട്. ഇത് നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളം വരുന്ന ദുരന്തമാണ്. അപ്പോൾ ദുരന്തോ വേഴ്സസ് ദുരന്തോ ക്രോസിംഗ് ആണ് ഇപ്പോൾ രാവിലെ തന്നെ കേട്ടോ. നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ വേഴ്സസ് എറണാകുളം മുംബൈ ദുരന്തോ. ഇതുപോയി ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, വണ്ടിക്കകത്ത് ആരും ഇല്ല. അങ്ങേ അറ്റത്ത് മാത്രം ഒരു 2-3 പേരുണ്ട്. ഫുൾ കാര്യമാണ്. അന്ന് നമ്മൾ പോയ പോലെ കോച്ച് കൈയടക്കി യാത്ര എന്നൊക്കെ പറഞ്ഞ് വേണം പറയാൻ. നമുക്ക് ആരുമില്ല. അതല്ലേ ചില സമയത്ത് ഈ വണ്ടിയിൽ ഒറ്റ മനുഷ്യന്മാർ കാണത്തില്ല. ചില സമയത്ത് നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ ആരും ഇല്ലാത്ത ദിവസം നോക്കിയാണ് ഞാൻ എടുത്തത്. എന്തായാലും രാവിലെ ഒരു പട്ടി സാർ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറിയേക്ക്, ട്രെയിൻ വരും കേട്ടോ. ആ ട്രാക്കിൽ കൂടെ ഇപ്പോൾ ട്രെയിൻ വരുവേ. മാറിയേക്ക് മാറിയെന്നോ? എന്താ ഇവിടെ ഇരിക്കുന്നത്? അരമണിക്കൂർ അടുപ്പിച്ച് ആ വണ്ടി ബിഫോർ ടൈമാണ് കേട്ടോ. അപ്പോൾ നിസാമുദ്ദീനിൽ നിന്നും എറണാകുളം വരെ പോയ ദുരന്തോ എക്സ്പ്രസ്സാണ് ഇപ്പോൾ പോയത്. 2 ദുരന്തവും തമ്മിൽ ക്രോസിംഗ് നടത്തി ഇവിടെ സേനാപുരം സ്റ്റേഷനിൽ വെച്ചിട്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതിലെ പൂർണ്ണയ്ക്ക് വന്നായിരുന്നു. പൂർണ്ണയ്ക്ക് വന്നപ്പോൾ മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴ തീരെ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒന്നും ഇവിടെ മഴ പോലും പെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് മഴയേ ഇല്ല കേട്ടോ. മഴയുടെ ലക്ഷണം പോലും ഇല്ല. നോക്ക്, ഫുള്ള് ആകാശത്തൊന്നും മഴക്കാറ് പോലും ഇല്ല. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് മടകാവ് വേണ്ട എവിടെയെങ്കിലും മഴ പെയ്യുമോ എന്നാണ്. നോക്കാം എന്തായാലും. ഈ യാത്രയ്ക്ക് എനിക്ക് ചിലവ് എത്രയെന്ന് അറിയാം? 1458 രൂപയാണ്. അത് ദുരന്തോടെ സ്ലീപ്പർ ക്ലാസ് ഫെയറാണിത്. സ്ലീപ്പർ ക്ലാസ്സിന് അത്രയുണ്ട്. അത് ഡൈനാമിക് ഫെയർ ആണല്ലോ, അതായത് നമ്മൾ ഓരോ തവണ നോക്കുമ്പോഴും ഓരോ റേറ്റാണ് കാണിക്കുന്നത്, ഫ്ലൈറ്റിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതോറും റേറ്റ് കൂടും. അപ്പോൾ ഇതിനെ കറണ്ട് ബുക്കിംഗ് ആണ് എടുത്തത്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ചിലപ്പോൾ കുറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ 1458 രൂപ ഇൻക്ലൂഡിങ് ഫുഡാണ്. ഫുഡില്ലാതെ എടുക്കുകയാണെങ്കിൽ ഒരു 400 രൂപ അടുപ്പിച്ചൊക്കെ കുറയും. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഡിന്നർ കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കാം എന്തായാലും. ഉള്ള ഫുഡായിരിക്കും, പിന്നെ വേറെ നിവർത്തിയില്ല. കാരണം രാവിലെ മടുകാവ് എത്തുന്ന 9:45 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് മേടിക്കാമെങ്കിലും ഉച്ചക്കത്തെ കിട്ടത്തില്ല. പിന്നെ മടുകാവ് വിട്ടാൽ പിന്നെ ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ള രത്നഗിരി എത്തുന്ന ഉച്ച കഴിഞ്ഞ് 3:30 സമയത്തല്ല. അപ്പം ലേറ്റായ 4 മണിയെങ്കിലും ആവും. അപ്പോൾ അതിലും ഭേദം ട്രെയിനിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് കരുതി. അതുകൊണ്ടാണ് ഫുഡ് എടുത്തത്. നെക്സ്റ്റ് ക്രോസിംഗ് താണ്ട് വരാൻ പോവാണ്. നമ്മളെ ഭട്കൽ സ്റ്റേഷനിൽ ഒതുക്കാൻ പോവാണ്. മുരുടേശ്വർ സ്റ്റേഷനിൽ മത്സ്യഗന്ധ എക്സ്പ്രസ് വന്നിപ്പോൾ കയറിയിട്ടുണ്ട്. മത്സ്യഗന്ധ ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ഭട്കൽ സ്റ്റേഷനിൽ നമ്മളെ ഇനി ഒതുക്കും. ദുരന്തം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊങ്കൺ റെയിൽവേയിൽ ദുരന്തമൊന്നുമില്ല, വന്ദേ ഭാരതൊന്നുമില്ല, എല്ലാം ഒരേപോലെയാണ്.
ഈ മത്സ്യഗന്ധയ്ക്ക് ഇവിടെ ബട്കൽ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലെഫ്റ്റിലത്തെ ലൂപ്പ് ട്രാക്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് കയറും. നിങ്ങൾ ഈ റെയിൽവേ ട്രാക്കിൽ ഇതേപോലെ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു കിലോമീറ്റർ മാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവേ. ഇതുകൊണ്ട് ഇപ്പോൾ 611 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു മാർക്കിംഗ് കണ്ടോ. അപ്പോൾ ഈ 611 കിലോമീറ്ററിന് അർത്ഥം എന്താണെന്ന് അറിയാം, ഈ പോയിന്റിൽ നിന്നും ഈ രോഹ സ്റ്റേഷൻ ഉണ്ടല്ലോ, രോഹ സ്റ്റേഷനിൽ നിന്നാണ് കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് രോഹ വരെയുള്ള ദൂരമാണ് 611 കിലോമീറ്റർ. അതായത് മെയിനായിട്ട് ഈ കിലോമീറ്റർ മാർക്കിംഗ് കൊടുത്തേക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഇപ്പോൾ ഒരു പോകുന്ന വഴിക്ക് ഈ 611 കിലോമീറ്ററിൽ എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അറിയിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു മാർക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 611 കിലോമീറ്ററിൻ്റെ അവിടെ ഇന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇന്ന സ്റ്റേഷൻ്റെ ഇടയ്ക്ക് ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എവിടെ പോയി അന്വേഷിക്കും. അപ്പോൾ ഈ ഒരു കിലോമീറ്റർ മാർക്കിംഗ് ഉണ്ടെങ്കിൽ എത്രാമത്തെ കിലോമീറ്ററിലാണ് ഈ സംഭവം നടന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ കിലോമീറ്റർ മാർക്കിംഗ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കിലോമീറ്റർ മാർക്കിംഗ് തുടങ്ങുന്നത് ആ ഒരു റൂട്ടിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് ഡൈവേർട്ട് ആയി വരുന്ന മെയിൻ ജംഗ്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെയാണ് ഈ ഒരു കിലോമീറ്റർ മാർക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 611 കിലോമീറ്റർ ഉണ്ട് രോഹയ്ക്ക്. ഈ രോഹയിൽ നിന്നാണ് കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് രോഹ വരെയുള്ള കിലോമീറ്ററിൻ്റെ മാർക്കിംഗ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കിലോമീറ്റർ കുറയും, 610, 609, 608 അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഗൂഗിൾ വിക്കിപീഡിയ നോക്കി പറഞ്ഞതല്ല കേട്ടോ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. ചിലർ വേണം അങ്ങനെ പറയും, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ട് പോകും തോറും 611 കിലോമീറ്റർ മാത്രമല്ല, ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ 610.9, 610.8, അതായത് 610 കിലോമീറ്റർ 900 മീറ്റർ, 610 കിലോമീറ്റർ 800 മീറ്റർ, അങ്ങനെ മീറ്റർ കണക്കിന് എഴുതി വെച്ചിട്ടുണ്ടാവും. അറിയോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അവിടെയൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് 610.7 എന്ന് പറയുമ്പോൾ 610 കിലോമീറ്റർ 700 മീറ്റർ, അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് നമ്മുടെ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. ഈയിടെയായിട്ട് മത്സ്യഗന്ധ കാണുമ്പോൾ എല്ലാം WP4 ആണല്ലോ കൊടുക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ആരക്കോണത്തിൻ്റെ ഒരു WP4 ആയിട്ടാണ് നമ്മുടെ മത്സ്യഗന്ധ ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ഒന്നുകൂടെ പറയുകയാണ്, ഈ മത്സ്യഗന്ധ എക്സ്പ്രസ്സിന് മെയിൻ്റനൻസ് നടത്തുന്നത് ട്രിവാൻഡ്രം ഡിവിഷനാണ്. ട്രിവാൻഡ്രമാണ് മെയിൻ്റനൻസ് നടത്തുന്നത്. കാരണം ഇത് ട്രിവാൻഡ്രം മംഗളൂർ എക്സ്പ്രസ് ആയിട്ട് മംഗലാപുരത്ത് പോയിട്ട് അവിടെ നിന്ന് മത്സ്യഗന്ധ ആയിട്ടാണ് ഇത് മുംബൈക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് ട്രിവാൻഡ്രത്താണ്. പിന്നെ മുംബൈയിൽ നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് വന്നിട്ട് മംഗലാപുരത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകും. അതുകൊണ്ട് ഇതിലുണ്ട് ഒരു ഷിൻജാൻ പരസ്യം ഒട്ടിച്ച സ്ലീപ്പർ കേട്ടോ, അത് കൊള്ളാം, നൈസ്. ഒരു മെമു വരാൻ വേണ്ടി നമ്മളിവിടെ മങ്കീൻ എന്നൊരു സ്റ്റേഷനിൽ കണ്ട് ഒതുക്കുവാണ്. എന്തായാലും ഒരു മെമു വരാൻ വേണ്ടി ക്രോസിങ്, അത് ദുരന്തം. സ്ഥിരം കൊങ്കൺ കാഴ്ചകളാണ് ഇതൊക്കെ, സ്ഥിരം കൊങ്കൺ കാഴ്ചകൾ. നല്ല അടിപൊളി സ്റ്റേഷനല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ മെയിൻ ട്രാക്കിലാണ് അവർ പിടിക്കുന്നത്, മറ്റേ വണ്ടിക്കവിടെ സ്റ്റോപ്പുള്ളതാണ്, അത് ലൂപ്പ് ട്രാക്കിൽ കയറി വരും. മടുകാവ് മംഗലാപുരം മെമു അങ്ങനെ പയ്യെ 7 പ്ലാറ്റ്ഫോമിൽ കയറുന്നുണ്ട്. അങ്ങ് ദൂരെ ഏതാണ്ട് കണ്ട.
അപ്പോൾ ദുരന്തോയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. നമുക്ക് വെജ് പറഞ്ഞുകൊണ്ടേ വെജ് കട്ട്ലറ്റാണ് കൊണ്ടുവന്നത്. വെജ് കട്ട്ലറ്റ് എപ്പോഴും കിട്ടുന്ന സെയിം സാധനം തന്നെ, പൂള സാധനം. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മേടിക്കുന്നതാണ്. പിന്നെ ഒരു മിക്സ്ചറുണ്ട്, പിന്നെ ചായ ഉണ്ടാക്കുന്നൊരു കിറ്റുണ്ട്, സോസുണ്ട്, ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്തിന് കുറ്റം പറഞ്ഞ് ഈ സാധനമൊക്കെ മേടിക്കുന്നതെന്ന്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നോർമൽ റൂട്ടിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ കിട്ടും. കൊങ്കൺ അറിയാമല്ലോ, ഭക്ഷണമൊന്നും കിട്ടത്തില്ല. മടകൊക്കെ എപ്പോൾ എത്തുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ തേപ്പ് കിട്ടിയാൽ ലേറ്റ് ആവും. അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ല. നമ്മൾ മടുക വിട്ടപ്പൻ അറിയില്ല, ദുരന്തമാണല്ലോ. മടുക വിട്ടപ്പന് രത്നഗിരിയാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം മേടിച്ചത്. അല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും മേടിച്ചേനെ. മിർജാൻ്റെ എന്നൊരു സ്റ്റേഷനിൽ നമ്മൾ കണ്ട് ഒതുക്കുവാണ്. എന്തെങ്കിലും ഗുഡ്സ് എല്ലാം വരാനായിരിക്കും. കൊള്ളാം കേട്ടോ, നല്ല പണിയാണ്. പക്ഷെ വലിയ ഡിലേ ഒന്നും ഇല്ല കേട്ടോ. ആകെ 20 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതോ ഗുഡ്സോ എന്തോ വരാൻ വേണ്ടി ഇവിടെ മിർജാൻ എന്ന സ്റ്റേഷനിൽ കണ്ട് ഒതുക്കുവാണ്. കട്ട്ലറ്റാണ്, മതിയാക്കി വറുത്തിട്ട് പോലും ഇല്ല. മാവ് വായിൽ വരുന്നു. അകത്തെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് മതിയാക്കി റോസ്റ്റ് ആയിട്ടില്ല. LPG കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ് ഈ പോകുന്നത്. LPG കേട്ടോ ഇതിനകത്ത്. മൺസൂൺ കാലമാണെന്ന് പറഞ്ഞിട്ട് കൊങ്കണി കൂടെ പോകുമ്പോൾ ഒരു തുള്ളി മഴ പോലുമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പൂർണ്ണ പോയപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഒട്ടും മഴയില്ല, ഫുള്ള് ക്ലൗഡ്സ് പോലും ഒന്നുമില്ല കണ്ടോ, അത്രയ്ക്ക് വെയിലാണ്. അടിപൊളി. അപ്പോൾ ഇനി മടകാവ് കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം എന്തായാലും. മഹാരാഷ്ട്രയിൽ മഴ കാണുമായിരിക്കും. പോയി നോക്കുമ്പോൾ അറിയാം. ഈ യാത്രയ്ക്ക് മിക്കവാറും 2 ഭാഗങ്ങളുണ്ടാവും. കാരണം എടുത്തു വരുമ്പോഴേക്ക് 2 ഭാഗം ഉണ്ടാവും. കൊങ്കൺ റെയിൽവേ കൂടെ പോകുമ്പോൾ നമുക്ക് എപ്പോഴൊക്കെ വ്ളോഗ് ചെയ്താലും മടുക്കത്തില്ല കേട്ടോ. ചില റൂട്ടൊക്കെ മടുക്കും, പക്ഷേ ഇത് മടുക്കൂല. അതാണ് ഈ ഒരു കൊങ്കൻ്റെ പ്രത്യേകത. എന്തായാലും ഈ കോച്ചിൽ ഞാൻ കൂടെ കൂട്ടി ഒരു 4-5 പേര് കാണും. അതാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ അവസ്ഥ. ഒറ്റ മനുഷ്യനില്ല. എന്തവസ്ഥയത് എനിക്ക് ആരും ഇല്ലെന്നത് കേട്ടോ. ഈ കോച്ചിൽ 4-5 പേര് കാണും. എറണാകുളം മുംബൈ ദുരന്തോടെ അവസ്ഥയാണിത്. എൻ്റെ ദൈവമേ, ഇത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അതായത് ജൂൺ ജൂലൈ മാസങ്ങൾ മൺസൂൺ ടൈമിൽ മാത്രമാണ് ഇങ്ങനെ ഈ തിരക്ക് ഇല്ലാതെ പോകുന്നത്. എല്ലാ സമയത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പോൾ ഇനി മടുകാവെന്ന് ആരും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാർട്ടൊക്കെ നോക്കിയപ്പോൾ വേക്കൻ്റാണ്. എന്നാലും ഭയങ്കര തന്നെ കേട്ടോ. കാർവാറിന് മുന്നേ ഉള്ള ഹാർവാഡ സ്റ്റേഷനിൽ ഇതുണ്ട്. നമ്മളെ ലൂപ്പ് ട്രാക്കിൽ കയറ്റുവാണ്.
പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. അത് കാർവാർ കിടപ്പുണ്ട്. അപ്പോൾ അതിനി വന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ. ദുരന്തം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഈ വണ്ടി ദുരന്തമാണ്. പക്ഷേ ആരും ഇല്ലാത്ത ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വേറൊരു വൈബാണ്. പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ഡിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലായിടത്തും ക്രോസിങ്ങിനൊക്കെ പിടിക്കുന്നത്. എന്താണെന്ന് ആർക്കറിയാം. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വത്സാദിൻ്റെ ഒരു ജീനെ ലോക്കോ ആയിട്ടാണ് ഇപ്പോൾ പോയത്. ഇത് കുറച്ചാണ് മുമ്പ് ഞാൻ കണ്ടപ്പോഴൊക്കെ ഇതിന് P7 P4 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ട് ജീനയും കൊടുത്ത് വീണ്ടും തുടങ്ങി. എന്തോ പരിപാടി. ഇത് അത് ഉരുട്ടി ആയിരിക്കും പോകുന്നത്. 90-ലും 100-ലും ഉരുട്ടി. പിന്നെ മൺസൂൺ ടൈം ടേബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്ലാക്ക് ഉണ്ടല്ലോ അത്യാവശ്യം. ഹാർവാഡ സ്റ്റേഷനിൽ നമ്മൾ കണ്ട് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ക്രോസിങ്ങിനുള്ള വണ്ടി നമ്മുടെ തിരുവനന്തപുരം രാജധാനിയാണ്. അത് മറ്റേ ബള്ളിൻ എന്ന സ്റ്റേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നെങ്കിൽ കാർവാർ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒതുക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഒതുക്കും. നമ്മൾ കാർവാർ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. കാർവാർ എന്ന സ്റ്റോപ്പിൽ ഇതിന് നേരെ ഇനി മടുകാവാണ് സ്റ്റോപ്പ്. മംഗലാപുരത്ത് നിന്ന് കയറിയ ക്രൂ ആണ്, ഓർക്കണം. അവരിനി മടുകാവേ ഇറങ്ങത്തുള്ളൂ. രാജധാനിയായിട്ട് ക്രോസിംഗ് നടത്താൻ വേണ്ടി നമ്മുടെ ദുരന്തോനെ ലോലിയം സ്റ്റേഷനിൽ കണ്ട് ലൂപ്പ് ട്രാക്കി കയറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം രാജധാനി വന്നിട്ട് അതിന് നമ്മൾ പോകത്തുള്ളൂ.
ഒത്തിരി ആളും അനക്കം ഒന്നുമില്ലാത്തൊരു സാധാരണ സ്റ്റേഷനാണ് കേട്ടോ. ഒന്നുമില്ല ഇവിടെ അടുത്തൊന്നും വീടോ ഒന്നുമില്ല. ഒരു ക്രോസിംഗ് സ്റ്റേഷൻ എന്നൊക്കെ വേണം പറയാം. രാജധാനി പോയ ഉടനെ തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ്. 9:30 ആയിട്ട് ഇപ്പോൾ സമയം. നമ്മുടെ മടുകാവ് എത്തേണ്ട സമയമൊക്കെ ആവാറായി. അപ്പം മിക്കവാറും മടുകാവ് എത്തുമ്പോൾ ഒരു 10:15 ആവും. 10:15 10 മണിയൊക്കെ ആവും. നമുക്ക് നല്ല തേപ്പ് ഇപ്പോൾ കിട്ടിത്തുടങ്ങി. നമ്മളിവിടെ കണകോണ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് എന്താണെന്നൊരു പിടുത്തവുമില്ല. മറ്റേ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, CSMT മംഗലാപുരം. പക്ഷേ അത് മടുകാവ് ആയതേ ഉള്ളൂ. ഇനി അതിന് മുന്നേ വല്ല ഗുഡ്സ് ഉണ്ടോ എന്നൊന്നും ഒരു പിടിയില്ല. ഇവിടെ മെയിൻ ലൈനിൽ കൊണ്ടാണ് ചവിട്ടിയേക്കുന്നത് കേട്ടോ, ഈ കണകോണ സ്റ്റേഷനിലെ. ആ സ്റ്റേഷൻ്റെ ബാക്കിൽ ആ മഴയുടെ ആ വ്യൂ കൊണ്ടോ എന്തോ കിടിലം വ്യൂ ആണ്. മഴയില്ല തീരെ. ഇപ്പോൾ നോക്ക്, മഴയില്ലാത്തതുകൊണ്ടാണ്. മഴ ഉണ്ടായിരുന്ന കിടിലം ഭംഗിയായനെ. ക്രോസിംഗ് അല്ല കേട്ടോ, നമ്മുടെ തൊട്ട് മുന്നിൽ കാർവാർ മടുകാവ് എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്. അതായത് നമ്മുടെ പഞ്ചഗംഗ എക്സ്പ്രസ് കാർവാർ വന്നിട്ട് അത് കാർവാർ മടുകാവ് എക്സ്പ്രസ്സിൽ നിന്ന് മടുകാവിലേക്ക് പോകും. അപ്പോൾ ആ വണ്ടി തൊട്ടടുത്ത സ്റ്റേഷനായ ബള്ളി സ്റ്റേഷൻ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വണ്ടി ഫ്രണ്ടിലുള്ളതുകൊണ്ടാണ് നമ്മളവിടെ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ വണ്ടി ബള്ളി സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് സിഗ്നൽ കിട്ടത്തുള്ളൂ, എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ കരുതി എന്തെങ്കിലും ഗുഡ്സ് വല്ലതും വരാനിരിക്കുന്നതല്ല. ഞാൻ അപ്പം മടുകാവ് സ്റ്റേഷൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോഴേക്കും ഈ വണ്ടി തൊട്ട് മുന്നിലുണ്ട്. അപ്പോൾ അത് ബള്ളി എത്തിയിട്ടേ നമുക്ക് ഇനി പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ദുരന്തം ഇപ്പോൾ മടുകാവ് ജംഗ്ഷന് മുമ്പുള്ള ബള്ളി സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ബള്ളി സ്റ്റേഷനിൽ ഓൾറെഡി കാർവാർന്ന് മടുകാവ് പോകുന്ന നേരത്തെ പറഞ്ഞ എക്സ്പ്രസ് ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. നമ്മളും മിക്കവാറും അവിടെ പോയി ചവിട്ടും. എന്നിട്ട് CSMT മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് മടുകാവ് ഇപ്പോൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഇപ്പോൾ പാസ്സായി പോകും. എന്നിട്ട് ഈ ബള്ളി സ്റ്റേഷനിൽ നിന്ന് മടുകാവിലേക്ക് ആരാദ്യം പോകുന്നതാണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. ആ എക്സ്പ്രസ് ആണോ അതോ ദുരന്തമാണോ എന്ന് നമുക്ക് നോക്കാം. ദുരന്തമാണ് വിടേണ്ടത്, കാരണം ദുരന്തയ്ക്ക് മുംബൈ പോകാനുള്ളതാണ്. ആ എക്സ്പ്രസ്സിന് മടുകാവ് വരെ പോയാൽ മതി. എന്താ ആ എക്സ്പ്രസ് ലാസ്റ്റ് വൈകിട്ട് മടുകാവ് നിന്ന് വിടത്തേ ഉള്ളൂ. മടുകാവ് പോയിട്ട് ഒരു ധൃതിയില്ല വണ്ടിക്ക്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ദുരന്തമാണ് പോകേണ്ടത്. പ്രയോറിറ്റിയൊക്കെ അനുസരിച്ച് ആദ്യം ദുരന്തമാണ് പോകേണ്ടത്. എന്തോ കാണിക്കുമെന്ന് ആർക്കറിയാം. നമ്മളിവിടെ ലൂപ്പ് ട്രാക്കിൽ കയറുവാണ്. അപ്പോൾ മറ്റേ വണ്ടി എവിടെ നോക്കട്ടെ. 2 വണ്ടിയും ഇപ്പോൾ ഇവിടെ വന്നായിട്ട് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. മറ്റേ വണ്ടിയാണ് മെയിൻ ട്രാക്കിൽ കിടക്കുന്നത്, മറ്റേ പഞ്ചഗംഗയുടെ റേക്ക് കാർവാർ മടുകാവ് എക്സ്പ്രസ്. അപ്പോൾ മറ്റേ CSMT മംഗലാപുരം ഇവിടെ എത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും അങ്ങേ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് 3 ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നമുക്ക് ഫുള്ളി ഒക്കുപ്പൈഡ്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഇനി ആരാണ് ആദ്യം മടുകാവ് പോകുന്നത് നോക്കാം. മറ്റേ വണ്ടി കണ്ട് പയ്യെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ലൂപ്പ് ട്രാക്കിലാണേ, പയ്യെ വരുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചഗംഗയുടെ റേക്കാണ് നടുക്ക് കിടക്കുന്നത്. ആരാദ്യം പോകുന്ന ആർക്കറിയാം. ബെസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സംഭവിച്ചത്. കണ്ട് ആ പഞ്ചഗംഗയുടെ റേക്ക് ആ കാർവാർ മടുകാവ് എക്സ്പ്രസ് കണ്ട് എടുത്തുകൊണ്ട് പോയി. നല്ല മികച്ച കൺട്രോളിങ് കണ്ടോ. ഇത് അവിടെ എത്തിയിട്ട് ഭയങ്കര ധൃതിയല്ലേ, അവിടെ പോയിട്ട് എന്തോ മലമറിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമുക്കാണ് ശരിക്കും ആദ്യം പോകാനുള്ള ഇത്, കാരണം നമ്മളാണ് ഒത്തിരി ദൂരെ പോകേണ്ടത്. ഇത് മടുകാവ് വരെ പോയാൽ മതി. എന്തോ പരിപാടിയെന്ന് നോക്കണേ. നമ്മൾ വന്ന് കയറിയതും അത് വിട്ട് ഇനി അത് മടുകാവാതെ നമുക്ക് സിഗ്നലും കിട്ടത്തില്ല. നല്ല പരിപാടി. മറ്റേ CSMT മംഗലാപുരം അവിടെ ചവിട്ടി കേട്ടോ. അത് മിക്കവാറും ഇപ്പോൾ എടുക്കുമായിരിക്കും. അതവിടെ ചവിട്ടി. വണ്ടിയും പിന്നെ ആ പോകുന്ന വണ്ടിയെല്ലാം സെൻട്രൽ റെയിൽവേയുടെ വണ്ടികളാണ്. സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷനാണ് ഈ വണ്ടിയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മംഗലാപുരം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. പത്തര ആയപ്പോൾ ഇവിടെ ബള്ളി സ്റ്റേഷനിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. മിക്കവാറും മടുകാവ് എത്തുമ്പോഴേക്കും കറക്റ്റ് 1 മണിക്കൂർ ഡിലേ ആവും. കറക്റ്റ് 1 മണിക്കൂർ ഡിലേ. 10:45 നമ്മൾ മടുകാവ് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. നല്ല വെയിലാണ് ഇവിടെ ഇപ്പോഴും. മഴയുടെ ലക്ഷണം ഒന്നുമില്ല കേട്ടോ.
ഇവിടൊക്കെ അനൗൺസ്മെന്റ് ദുരന്തോ സൂപ്പർ ഫാസ്റ്റ് എന്നാ കേട്ടോ. എന്തിനും കൊള്ളാം, സൂപ്പർ ഫാസ്റ്റ് ആണെന്നല്ലേലും കേറാനൊന്നും ആരും ഇല്ല കേട്ടോ. ഇവിടെ വണ്ടി സ്റ്റിൽ കാലിയാണ് ഗൈസ്. ആരും കേറിയിട്ടില്ലേ വണ്ടിയിൽ? നോക്കൂ എന്റെ ദൈവമേ, ഇതെന്തുവാണ് ഇത്? ദുരന്തോ എക്സ്പ്രസ് ആണ് പോലും. ഒറ്റ മനുഷ്യനില്ലേ പറയോ? കുറച്ച് 2-3 പേരും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങേറ്റത്ത് 2 ചേട്ടന്മാരുണ്ട്, വേറെ ആരും ഇല്ല കേട്ടോ. എന്നാലും ഇത് ഭയങ്കരമാണ്. ഇനി ആരും കയറത്തില്ല എനിക്ക് തോന്നി. ഇനി രത്നഗിരി എന്നല്ല ആരും കയറിയേ ഉള്ളൂ. ഇനി ആകെ ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ, രത്നഗിരി. മടുകാവിനെപ്പറ്റി രത്നഗിരി, അതിനെപ്പറ്റി പനവേല്. അതുപോലെ നിർത്താതെ പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ ഈ വിമാനമൊക്കെ ചാർട്ടേഡായിട്ട് കൊണ്ടുപോകത്തില്ല ആൾക്കാർ, അതേപോലെ ഞാൻ ചാർട്ടേഡായിട്ട് ട്രെയിൻ കൊണ്ടുപോവാണ് മുംബൈക്ക്. എന്തൊക്കെയാ നോക്കണേ, ചാർട്ടേഡ് ട്രെയിൻ എന്നൊക്കെ പറയത്തില്ല, അതിതാണ്. ഒറ്റ മനുഷ്യനില്ലെന്നറിയോ? ആരുമില്ല. കാലിയോടെ കാലി നോക്ക്, എന്തല്ലേ. ആ 2ാമത്തെ തവണയാണ് ഞാൻ ഈ ട്രെയിനിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മൺസൂണിൽ പോകണം. മൺസൂൺ എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ. അല്ലാത്ത മാസങ്ങളിലൊക്കെ ഈ വണ്ടി അത്യാവശ്യം ആളുണ്ടാവും. കറക്റ്റ് 15 മിനിറ്റ് നമ്മുടെ ദുരന്തം ഇവിടെ മടുകാവിലിട്ടിട്ട് 11:02 ആയപ്പോഴാണ് ഡിപ്പാർട്ട് ആയിരിക്കുകയാണ് കേട്ടോ. ഡിലേ ഇപ്പോൾ 1 മണിക്കൂർ 7 മിനിറ്റ് ആണ്. വേറെ തേപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ഓൺ ടൈം ആകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് രത്നഗിരിയാണ്. അത് ഉച്ച കഴിഞ്ഞ് 3:30 കേട്ടോ. അപ്പൊ അത്രയും നേരം വണ്ടിക്ക് സ്റ്റോപ്പില്ല. മഡ്ഗാവ് ചണ്ഡീഗഡ് ഗോവ സമ്പർക്ക് ക്രാന്തിയുടെ റേക്കാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. നമ്മളുടെ വെർണ സ്റ്റേഷനിൽ വേണ്ട ഒതുക്കുവാണ്. കൊങ്കൺ കന്യ സൂപ്പർ ഫാസ്റ്റ് കർമാലി സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അതിന് നമ്മൾ പോകത്തുള്ളൂ. കുറേ ഡീസൽ ലോക്കോ കിടക്കുന്നുണ്ടോ? എല്ലാം ഗോൾഡൻ ടോക്കിൻ്റെ ലോക്കോസാണ്. ഇവിടെയും കിടപ്പുണ്ട് ഒരെണ്ണം. അപ്പോൾ കൊങ്കൺ കന്യ വന്നിട്ട് അതിന് നമ്മൾ പോകത്തുള്ളൂ. ഇതുവരെയായിട്ട് നമ്മുടെ ദുരന്തം പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രെയിൻ പോലും പിടിച്ചിട്ടില്ല കേട്ടോ. എന്തുവാ നോക്കണേ, ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1.5 മണിക്കൂറോളം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല പരിപാടിയാണ്. ബെസ്റ്റ്. നമ്മൾ വേണ്ട കർമാലി സ്റ്റേഷനിൽ ഒതുക്കുകയാണ്. ഇത് എന്തുവാണ് ഇത്? ദുരന്തം എന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ദുരന്തം വണ്ടി കേട്ടോ. ഒരു സൂറത്ത് മംഗലാടുന്ന എക്സ്പ്രസ് വരുന്നുണ്ട്, അത് വരാൻ വേണ്ടി ഇവിടെ കർമാലിയിൽ ഒതുക്കുക നമ്മളെ. ഇത് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ കരുതി ലൂപ്പ് ട്രാക്കിൽ കയറ്റിയപ്പോൾ പിടിക്കുന്നില്ല. അപ്പുറത്തൊരു ഗുഡ്സ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലൂപ്പ് ട്രാക്കിൽ ഇവർ കയറ്റിയത്. അപ്പോൾ നമ്മൾ പയ്യെ സ്കിപ്പ് അടിച്ച് പോവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ദുരന്തോ എക്സ്പ്രസിൻ്റെ നമ്മൾ കോച്ച് കൈയടക്കിയ യാത്ര ഫസ്റ്റ് പാർട്ട് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇനി ഇവിടെ നമ്മളിനി പൻവേൽ വരെയുള്ള യാത്രയാണ്.
അപ്പോൾ ഈ ഒരു അടിപൊളി ഒരു ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ശ്രദ്ധിക്കുന്നു. സെക്കൻഡ് പാർട്ടിലെ കൊങ്ങൻകുടി പോകുമ്പോൾ മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രണ്ടാം ഭാഗം വീഡിയോയുടെ ദിവസം കാണാം. ബൈ.